വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ് വിത്ത് ലവ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി തയ്യാറാക്കാം. ഇത് മട്ടൻ കറി എന്ന് പറയുമ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു രഹസ്യ കൂട്ട് തന്നെയാണ് കേട്ടോ ഇതിന് ചേർത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. മട്ടൻ കറി നമ്മൾ പലതരത്തിലും ഉണ്ടാക്കും അല്ലേ? നാടൻ രീതിയിലുണ്ടാക്കും. നാടൻ രീതിയിലുള്ള മട്ടൻ റോസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കാണൂ കേട്ടോ. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് നാടൻ രീതിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. അത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ എത്ര വീട്ടിൽ ചെയ്തെടുത്താലും ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് കിട്ടാറില്ലല്ലോ. എന്നാൽ അടിപൊളി ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം, റെസ്റ്റോറൻറ്റിൻ്റെ അതേ ടേസ്റ്റിൽ. അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും കണ്ടു നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ്. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനാണ്. അത് 1 കിലോ മട്ടൻ ഉണ്ട്. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വളരെ കുറച്ച് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം മട്ടൺ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കറിൽ അധികം വെള്ളം ഒഴിക്കേണ്ട, ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ചേർത്ത്. കാരണം മട്ടൺ തന്നെ നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിൽ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചെയ്യാം. ഇപ്പം ഞാൻ മട്ടൻ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, വലിയ ഏലക്കായ നിങ്ങൾക്ക് 2 ഏലക്ക എടുത്താൽ മതി. എനിക്ക് ചെറുതായതുകൊണ്ട് 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. ഇത്രയും എടുത്ത് ഞാനൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തു. ഒരുപാട് റോസ്റ്റ് ചെയ്ത് നല്ലോണം ബ്രൗൺ ആക്കുക, നല്ലോണം മൊരിക്കൊന്നും വേണ്ട. ചെറുതായിട്ട് 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഞാൻ ഇളക്കി എൻ്റെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇടികല്ല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഇടിച്ച് ഒന്ന് പൊടിച്ചാൽ മതി. ഒന്ന് ചെറുതായിട്ട്, ഒരുപാട് ഫൈൻ പൊടിയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് നേരെ ചെയ്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് നാളികേരം ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, പക്ഷേ ഇത് ചേർത്താലാണ് വളരെ ടേസ്റ്റ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഇനി ബാക്കി ഓരോന്നും ചേർക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാളികേരത്തിൻ്റെയൊക്കെ. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ഒരു പിടി, ശരിക്കും വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ ഇതിന്. ശരിക്കും ഒരു ഫുൾ വെളുത്തുള്ളി എടുക്കാം. ഫുൾ വെളുത്തുള്ളിയുടെ ഒരു കുടം എന്ന് പറയില്ലേ, അത് മുഴുവൻ എടുക്കാം നമുക്ക്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഇതിൻ്റെ ഒന്ന് മൂത്ത മണം വരട്ടെ കേട്ടോ. അതെല്ലാം മാറിയിട്ട് പച്ചമണെല്ലാം മാറി ഒന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ ആ നേരത്തിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ. നല്ലൊരു മണമാണ് ശരിക്കും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറിയ ഉള്ളി തന്നെ ചേർക്കാനാവുന്നതും നോക്കുക. ചെറിയ ഉള്ളിയാണ് ഞാനിതിന് കൂടുതൽ എടുത്തിരിക്കുന്നത്. ചെറിയ സവോളയുടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ്. ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് നേരം എടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളം എടുക്കുന്നുണ്ട്. നമുക്ക് നല്ല പാകത്തിൽ നമുക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായി വഴറ്റി ഉടഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ബാക്കിയുള്ളത് ഓരോന്നും ചേർക്കേണ്ടത്. ഉള്ളി നന്നായി വെന്ത് ബ്രൗൺ കളറായി ഉടഞ്ഞ് വന്നില്ലെങ്കിൽ ശരിക്കും ആ കറിയുടെ ഒരു കളറും ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മട്ടനിൽ ഉപ്പ് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് ഉള്ളി വാടാൻ വേണ്ടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്കിതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഒന്നായി വരട്ടെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ഉള്ളി നമ്മൾ ഒരുപാട് പൊടിയായി അരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ ആയി വരും.
ഇപ്പോൾ ഞാൻ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്നും കൂടി ആവട്ടെ, എന്നിട്ട് ആവാം നമുക്ക് ഓരോരോ മസാലകൾ ചേർക്കാൻ. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് ഒന്നുമെല്ലാം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടാട്ട് വേവിച്ചിരിക്കണം. അപ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒന്ന് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. 1 മിനിറ്റ് നേരം നമുക്ക് ഈ ഉള്ളിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണെല്ലാം മാറി വരുമ്പോൾ നമുക്കിനി ബാക്കി ഓരോന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെ കൂടെ ചേർന്നിട്ട് നമ്മുടെ പൊടികളുടെയൊക്കെ മണം മാറിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആണെന്ന് ഒന്നും കൂടി നല്ലതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്ര പഴുത്തതല്ലായിരുന്നു. ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലാ പൊടികളൊക്കെ കൂടി ഒന്ന് ഉള്ളിയായിട്ട് ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. അതെല്ലാം ഒന്ന് വേവട്ടെ. ഇപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം അതാണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്നും ആയിട്ടില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വീഡിയോസ് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ചെറിയ മസാലക്കൂട്ടില്ലേ, അതൊന്ന് ചെറുതായി പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്തു. പിന്നെ നമ്മളിപ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി മിക്സില്ലേ, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തു. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളി വറുത്തത് ഒരു ചെറിയ പാനിലല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വലിയ പാനിലേക്ക് ആക്കിയിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയ പാത്രത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ കുക്കറിലല്ലേ മട്ടൻ വേവിക്കുക, അപ്പോൾ ആ കുക്കറിൽ തന്നെ ഇതെല്ലാം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഈ തക്കാളി എല്ലാം കൂട്ടുകൾ നിങ്ങൾക്ക് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ കുക്കറിൽ തന്നെ നിങ്ങൾക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാൻ എടുത്തിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഒരു വലിയ പാനിലേക്ക് മാറ്റി. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ പാനിലേക്ക് എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മാറ്റിയിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളമോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റും, നമുക്ക് ഒന്നും കൂടി ഇത് വറ്റിയെടുക്കും. കാരണം തക്കാളിയും ഉള്ളിയൊക്കെ വെന്തുടഞ്ഞ് വരുമ്പോൾ പാകത്തിന് നമുക്ക് കുറുകി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്തുടഞ്ഞ് പിന്നെ ഈ മസാലകളൊക്കെ ഒന്നും കൂടി ആ മട്ടനിലേക്ക് പിടിക്കണ്ടേ. നമ്മൾ പൊടിച്ച മസാലയും പിന്നെ നമ്മൾ വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായി ചേരട്ടെ കേട്ടോ. 1 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മട്ടനിലേക്കൊക്കെ മസാലകളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് അതിലേക്ക് യോജിക്കണം. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. 1 മിനിറ്റും കൂടി ഇതൊന്ന് തിളക്കട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതുപോലെ ചെറുതായി ഇളക്കിയിട്ട് ഒന്ന് തിക്കാവട്ടെ കേട്ടോ. കണ്ടോ, ഏകദേശം നമ്മുടെ ഗ്രേവി പാകമായിട്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും വറ്റും. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടി ചേർന്നാലാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് അതിലേക്ക് കുറച്ച് നാളികേരം, നമ്മൾ ഓൾറെഡി നാളികേരം ചേർത്തതാണ്, അതുകൊണ്ട് നാളികേരം ചേർക്കണം എന്നിപ്പോൾ ഇല്ല. എനിക്കിവിടെ ഉള്ളവർക്കൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ നാളികേരം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്യും എണ്ണയും ചേർത്തിട്ട് നിങ്ങൾക്ക് ഉള്ളി മാത്രം വറുത്തിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ ലാസ്റ്റ്. നാളികേരം വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചത് ചേർക്കണം, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്ത് ഇത് നമുക്ക് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ മട്ടൻ്റെ കളറ് അല്ലേ, നല്ല കളറും നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ അടച്ചു വെക്കാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്താൽ മതി. നല്ല മണമൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ച.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം മട്ടൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നല്ല റൈസിൻ്റെ കൂടെ, നമ്മുടെ സാധാ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ശരി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പക്ഷേ ഒന്നും കൂടി എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത് ബസ്മതി റൈസിൻ്റെ കൂടെ നെയ്ച്ചോറ് ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും ശരി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ളതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇതൊന്നും കൂടി എനിക്ക് ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്സുകളൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഫീഡ്ബാക്സിൽ അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വേറൊരു റെസിപ്പിയായി വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.